ശ്രീ ടി സിദ്ദിഖ്. സർ, വയനാടിൻ്റെ വളരാനുള്ള വികസനത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ള തടസ്സം വയനാടിൻ്റെ കണക്ടിവിറ്റി ഇഷ്യൂ ആണ് സർ. വയനാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല ടൂറിസമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം. അദ്ദേഹം ഇവിടെ സന്ദർശിക്കുന്നതും അതിൻ്റെ ഏകോപനത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതാണ്. സർ, ഇപ്പോൾ 18 തവണ അവിടേക്ക് പോകുന്ന സമയത്ത് വരുന്ന സമയത്ത് ബ്ലോക്കിൽപ്പെട്ടൊരു MLA ആണ് സർ ഞാൻ. എത്ര രോഗികൾ, എത്ര ആളുകൾ, യാത്രക്കാർ, ഒഫീഷ്യൽസ് അങ്ങനെ തുടങ്ങി ഒരു ജില്ലയുടെ വളരാനുള്ള എല്ലാ സാധ്യതയും ഇത് തകർക്കുകയാണ് സർ. സർ, നേരത്തെ തന്നെ നിയമസഭയിൽ പലതവണ പറഞ്ഞു, നേരിട്ട് പറഞ്ഞു, മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സർ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരം ബൈപ്പാസിൻ്റെ കാര്യവും പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിൻ്റെ കാര്യവും പ്രത്യേക താല്പര്യമെടുത്ത് മുന്നോട്ട് പോകണം സർ. സർ, പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് 70% വർക്ക് പൂർത്തീകരിച്ചതാണ്. 1994 ലീഡർ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തറക്കല്ലിട്ട പദ്ധതിയാണ് സർ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി 10 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയാവാനുള്ളത്. പേരാമ്പ്ര ഭാഗത്തും കൽപ്പറ്റ ഭാഗത്തുമായി 10 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയാവാനുള്ളത്. ആ 10 കിലോമീറ്റർ ഭാഗത്തും റോഡുണ്ട് സർ. വെസ്റ്റേഡ് ഫോറസ്റ്റ് ആണ്. ആ വെസ്റ്റേഡ് ഫോറസ്റ്റിൽ ഞങ്ങൾ സംയുക്ത സർവേ നടത്തി. ആ സംയുക്ത സർവേയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഹെയർപിൻ ബെൻഡ് വേണ്ട, വലിയ കൂറ്റൻ പാലങ്ങൾ വേണ്ട, അവിടെ വലിയതായിരിക്കുന്ന വനപ്രദേശം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ റോഡ് പൂർത്തിയാക്കാൻ കേവലം 100 കോടി രൂപ മതി എന്നുള്ളതും പറഞ്ഞിരിക്കുന്നു. പാർലമെന്റിൽ ഈ വിഷയം MP ആയ ശ്രീ കെ മുരളീധരൻ ഉന്നയിച്ചു. വനം വകുപ്പ് മന്ത്രിയുടെ മറുപടി പോസിറ്റീവായിട്ടാണ് സാർ. ഇവിടെ ഒരു ഉന്നതതല യോഗം വിളിക്കാമെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് അവർകൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി വനം മന്ത്രി, റവന്യൂ മന്ത്രി ഉൾപ്പെടെ എല്ലാവരെയും ചേർത്ത് താങ്കൾ ഈ കാര്യത്തിൽ പ്രത്യേക മുൻകൈയെടുത്ത് ഒരു ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അതിപ്രധാനമായിട്ടുള്ള സ്വപ്നം പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട താല്പര്യമെടുക്കണം. അതിന് പകരമായിട്ടുള്ള ഈ വെസ്റ്റേൺ ഫോറസ്റ്റിന് പകരമായിട്ടുള്ള ഭൂമി ജനം വിട്ടുകൊടുത്തതാണ് സാർ. അതിനുള്ള വീതിയും അതിനുള്ളതായിരിക്കുന്ന പകരം ഭൂമിയും എല്ലാം വിട്ടുകൊടുത്തതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉടക്കാണ് ഈ കാര്യത്തിലുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സമീപനമുണ്ട്. അതുകൊണ്ട് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ്, ബദൽ റോഡ്, ബാംഗ്ലൂരുമായുള്ള കണക്ടിവിറ്റി, തമിഴ്നാടുമായുള്ള കണക്ടിവിറ്റി, മലബാറിന്റെ വികസനം അതിന്റെ അതിപ്രധാനമായ ഭാഗമാണ്. അതുകൊണ്ട് പ്രത്യേക താല്പര്യമെടുത്ത് അങ്ങ് ഈ കാര്യത്തിലെടുക്കുന്ന ഇനീഷ്യേറ്റീവ് അറിയാം. പ്രത്യേക താല്പര്യമെടുത്ത് ഇത് പൂർത്തീകരിച്ചു തരണമെന്ന് വിനീതമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട ടി സിദ്ദിഖ് MLA ഇവിടെ ഉന്നയിച്ച വിഷയം നേരത്തെ സഭയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയായ താമരശ്ശേരി ചുരത്തിന് ബദൽ പാതയായി പരിഗണനയിലുള്ള പൂഴിത്തോട് പടിഞ്ഞാറത്തറ ചുരം ബദൽ പാത കോഴിക്കോട് ജില്ലയിലെ പൂഴിത്തോട് തുടങ്ങി വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ അവസാനിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രതിനിധികളും ഇടപെട്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട പേരാമ്പ്ര MLA ഇപ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടാണ്. TP ശ്രീ സിദ്ദീഖ് ഇതിനകത്ത് ഇടപെട്ടാണ്. ബാക്കി എല്ലാവരും ഇടപെട്ടാണ്. വനം വകുപ്പ് മന്ത്രിക്ക് ഈ വിഷയം അറിയാം. ഈ ബദൽ പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സഭയിലും ചർച്ച ചെയ്തതാണ്, കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ നവകേരള സദസ്സിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി ഇതിൽ വന്നിരിക്കുകയാണ്. നവകേരള സദസ്സിന് ഇങ്ങനെ കുറേ ഗുണങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ ബഹുമാനപ്പെട്ട അംഗം ശ്രീ സിദ്ദീഖിനെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കഴിഞ്ഞ ജനുവരി മാസം 23-ന് വനത്തിലൂടെ പരിശോധന നടത്തിയിരുന്നു. അതിനെ തുടർന്ന് റോഡ് നിർമ്മാണ സാധ്യത പരിശോധിക്കുവാനുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം ഇവിടെ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് അനുമതി നൽകി ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികളിലേക്ക് കടക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. വനം വകുപ്പ് മന്ത്രിയുമായി ഇത് ചർച്ച ചെയ്തതാണ്. ഇക്കാര്യത്തിൽ വനം വകുപ്പിൻ്റെ കൂടി പിന്തുണ ഉണ്ട് എന്നാണ് വനം വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുള്ളത്. വയനാട് ജില്ലയിൽ അതിൻ്റെ ജില്ലയുടെ ചുമതല കൂടി നമ്മുടെ വനം വകുപ്പ് മന്ത്രിക്കുണ്ട്. അപ്പോൾ എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഇപ്പോൾ ടൂറിസത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി വയനാട് മാറിയിരിക്കുകയാണ്. ആ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് ഈ പദ്ധതി എങ്ങനെയൊക്കെ നടപ്പിലാക്കാനാകുമോ അങ്ങനെയൊക്കെ ഇടപെടാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക.